ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ നമ്മൾ വെള്ളിയാഴ്ച തന്നെ സെക്കൻഡ് ഷോ നമ്മൾ PVR ലുലു കൊച്ചിയിൽ നിന്ന് പടം കണ്ടു. പക്ഷെ വീഡിയോ ചെയ്യാൻ ഇപ്പോഴാണ് സമയം കിട്ടുന്നത്. കുറച്ച് തിരക്കിലായിരുന്നു ഒഫീഷ്യലി, കമ്പനി സംബന്ധമായിട്ടൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഫിലിം കാണുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് റിവ്യൂസ് കിട്ടിയിരുന്നു. മിക്സഡ് റിവ്യൂസ് പറഞ്ഞിരുന്ന ആളുകളുണ്ട്, ഗംഭീര പടം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. നമ്മുടെ റിവ്യൂ ചെയ്യുന്ന വലിയ വലിയ ചേട്ടന്മാരൊക്കെ പറഞ്ഞ് ഗംഭീര പടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പടത്തിന് പോകുന്നത്. അപ്പോൾ വലിയ വലിയ ചേട്ടന്മാരൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വലിയ വലിയ രീതിയിൽ ചിന്തിക്കില്ലേ. അപ്പോൾ പോയ സമയത്ത് എനിക്കെന്ന് വെച്ചാൽ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർവെല് വേറെ. ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ടതിന് എത്ര എന്റർടൈൻ ചെയ്ത് കണ്ടൊരു പടല്ലേ, അത്ര രസമായിട്ട് എന്റർടൈൻ ചെയ്തില്ല. അത് ബേസില് അതുപോലെ തന്നെ രാജേട്ടൻ, പൃഥ്വിരാജേട്ടൻ, ആനന്ദേട്ടനും തമ്മിലൊരു കോംബോ ഉണ്ട്. എൻ്റെ മോനൊരു രക്ഷയില്ല. നമ്മുടെ രാജേട്ടൻ ബേസിലിന്റെ ക്യാരക്ടറാണ്. ബേസിൽ ഇങ്ങനത്തെ ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ബേസിൽ ഒരു കുടുംബ പ്രേക്ഷകനായി മാറി, ഫാമിലിയുടെ സ്വന്തം ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിലീപ്, അതുപോലെ തന്നെ ജയറാമേട്ടനൊക്കെ ബേസിൽ പടങ്ങളൊക്കെ ഫീൽ ഗുഡ് ആണല്ലോ. പക്ഷെ രാജേട്ടൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന് ശരിക്ക് ഗംഭീരാക്കി കളഞ്ഞു, അതിഗംഭീരാക്കി കളഞ്ഞു. അതും ഇവര് തമ്മിലുള്ള കോംബോ കാര്യങ്ങൾ, ഇപ്പോൾ പടത്തിലുണ്ടാവുന്ന സംഭവം ഒരു കല്യാണ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ്. ഒരു ടീം കല്യാണം മുടക്കാനും ഒരു ടീം കല്യാണം നടത്താനും. അപ്പൊ അതിന് സംബന്ധമായിട്ടുള്ള നല്ല സംഭവമാണ്. ചെറിയൊരു സബ്ജക്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ വിപിൻ ദാസേണ്ട പടത്തിൽ നമുക്കറിയാം ക്രൂ കാര്യങ്ങളൊക്കെ ഒരുപാട് പടങ്ങളിൽ ഒരുപാട് ക്രൂവിനെ കൊണ്ടുവരുന്നുണ്ട്. ആൾക്കാരെ കാസ്റ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എടുത്തു പറയാനുണ്ട്. അവിടെ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. എല്ലാവരും മോശമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരെ കുറച്ച് വെറുപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഓവറായി പോയി എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇന്റർവെൽ വരെ പടം എനിക്ക് അടുത്ത കാലത്ത് കണ്ടതിൽ എന്റർടൈൻമെന്റ് മൂവീസിൽ ഒരു രക്ഷയിലാണ് എൻജോയ് ചെയ്തു. ഇന്റർവെൽ ആയത് അറിഞ്ഞില്ല, ആ രീതിയിൽ എൻജോയ് ചെയ്തു. പക്ഷെ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇന്റർവെല്ലിന് ശേഷം, ഇന്റർവെല്ലിക്ക് അപ്പുറം എനിക്ക് കിട്ടിയൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം എനിക്ക് കുറെ കോമഡിയൊക്കെ വർക്കൗട്ടായി, ഞാൻ ചിരിച്ചു. പക്ഷെ നമ്മൾ ഇന്റർവെല്ല് വരെ പ്രതീക്ഷിച്ചൊരു സംഭവം ഉണ്ടല്ലോ, നമ്മള് സദ്യ കഴിച്ച് പായസം കുടിക്കുമ്പോൾ പായസം കൂടി നന്നായാലേ ആ സദ്യ പൂർണ്ണതയിലെത്തുള്ളൂ. ഈ പായസത്തിൽ കുറച്ച് പ്രശ്നം വന്നു. പായസം ചെറുതായിട്ടൊന്ന് എന്താ പറയുക, പാൽപ്പായസം ആയിരുന്നു. അപ്പോൾ പാലടയിൽ ചെറിയ രീതിയിൽ പാലിന് കംപ്ലൈന്റ് വന്നിട്ടുണ്ടാവുക, സംഭവം മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലായി ശേഷം എനിക്ക് ഭയങ്കര കുറെ ഭാഗങ്ങൾ ലാഗ് അടിച്ചു. പിന്നെ ഒരുപാട് എന്താ പറയാ, ഒന്ന് രണ്ട് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ച് എടുത്തു പറയണം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കല്യാണം മുടക്കാൻ പോണ സീന്, വേഷം മാറിയിട്ടുള്ള സീനുകള്, പിന്നെ കല്യാണം മുടക്കാൻ വേണ്ടി ടീമായിട്ട് ഒരുപാട് പടത്തിൽ കണ്ടുള്ള സാധനങ്ങളാണ് അവർക്ക്. പിന്നെ അത് വെച്ച് ഇപ്പൊ കുറച്ച് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള സജീവമായ ആൾക്കാരൊക്കെ ചെയ്യുന്ന സമയത്തുള്ളൊരു രസം തോന്നിയെങ്കിൽ കൂടി കുറച്ചധികം വെറുപ്പിക്കലുണ്ടായിരുന്നു. അതിൽ ആരെ പേരെടുത്ത് പറയുന്നില്ല. അവരൊക്കെ അധികം പടങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആളുകളൊന്നല്ല. പക്ഷെ മോശം എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ ഈ പാൽപ്പായസം കുറച്ച് പാലിന് ചെറിയ കംപ്ലൈന്റ് വന്നെന്ന് മാത്രം. അതിനുശേഷം ക്ലൈമാക്സ് ഒക്കെ പ്രെഡിക്റ്റബിൾ ക്ലൈമാക്സ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്നറിയാം. പിന്നെ നന്ദനത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഗുരുവായൂരാണല്ലോ, അതൊക്കെ ആയിട്ട് കണക്ട് ആയിട്ടുള്ള ഒന്ന് രണ്ട് സീൻസുകൾ, പിന്നെ ഒരുപാട് പടങ്ങളിലെ ഭാഗങ്ങൾ, ദൃശ്യത്തിലെ ഭാഗങ്ങൾ, അതൊക്കെ നമ്മൾ ഒരുപാട് ഫിലിമിൽ കാണാം. അതൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് രാജേട്ടൻ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കണ്ണാന്തുമ്പി പോരാ, മഴകിയ ലൈല, അതൊക്കെ BGM നൈസാണ് കേട്ടോ പറയണോ. പടത്തിന്റെ BGM ചെയ്തുള്ള ചേട്ടന്റെ പേര് ഞാൻ നോട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, വിട്ടുപോയി. ഒരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ആരൊരു വീഡിയോ കണ്ടപ്പോൾ കേട്ട്, ഈ ഗുരുവായൂർ അമ്പലനടയിൽ സെറ്റ്, എന്റെ നാട്ടിലാണ് ഈ പടത്തിന് ഒന്ന് രണ്ട് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം നിന്ന് ഷൂട്ട് ചെയ്ത ഭാഗം, ഒരു സീൻ ഉണ്ടായിരുന്നു അവിടെ, അതിശയിച്ചു പോയി. ഒരു ദിവസം നിന്ന് ഷൂട്ട്, ഒരു പാട്ട് സീനിൽ ഒരു റേഷൻ പീടിക എടുത്ത് വരുന്ന സീനാണ്. നമ്മുടെ നാട്ടിലാണ്, എന്റെ വീടിന് 1 കിലോമീറ്റർ ഉള്ളൂ. ആ സീന് ഒരു മിനിറ്റിലെടുത്ത് പോയിരുന്നു. അപ്പൊ ഒരു ഫിലിം ഷൂട്ട് ചെയ്യാൻ എത്ര സമയമാണ് ഞാൻ ചിന്തിച്ചു പോയി. ഗുരുവായൂർ അമ്പലം സെറ്റ് ഇട്ടാന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. അപ്പൊ അതായിട്ട് ഗുരുവായൂർ കുറെ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ കെട്ട് നടക്കുന്ന ഭാഗങ്ങളും കുറച്ച് ഭാഗങ്ങൾ സെറ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ചെയ്ത ആളുകൾ ഗ്രേറ്റ് ആണ്, രക്ഷയില്ല. അതുപോലെ അതൊരു രക്ഷ. ഇതിന്റെ അടുത്ത് തന്നെ ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. BGM ഒക്കെയാണ്, VFS കാര്യങ്ങള്, ഇതില് കാലഘട്ടം കൊണ്ടുവന്ന രീതികൾ, ഗൾഫ്, എല്ലാം രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസുകളായാലും നിഖിലേരായാലും അടിപൊളിയാണ്. നമ്മുടെ സൂപ്പർ ശരണി ആയാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എനിക്ക് ആ രീതിയിലുള്ള പെർഫോമൻസുകളൊക്കെ ഉണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നുള്ളത് കണക്കില്ല. ക്ലൈമാക്സിൽ എല്ലാവരും കൂടി വരുന്നുണ്ട്. വെട്ടം, അതുപോലത്തെ കുറെ പടങ്ങളിലുണ്ടല്ലോ, ആ രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞിരാമായണം പടം നമ്മൾ അത് എഴുതിയ ആളാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്താ പറയാ, ഭയങ്കര ഗംഭീര സംഭവമാണ് സാധാരണ. അതൊരു ആവറേജിൽ ഒതുങ്ങിയൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് എടുത്തു പറഞ്ഞ പൃഥ്വിരാജ്, ഈ ആറ്റ മോനെ അടുത്ത ലാലേട്ടനാണ് തെളിയിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കെല്ലാം വഴങ്ങും. ഈ ബേസിലും രാജേട്ടനും തമ്മിൽ കാണുന്ന ഫിലിമിലെ സീനുണ്ട്, ആനന്ദേട്ടനായിട്ട് കാണുന്ന സീനുണ്ട്. പിന്നെ എന്റെ മോനെ ചെങ്ങാതിരെ മുഖത്തുള്ള എക്സ്പ്രഷൻ ഉണ്ട് പൃഥ്വിരാജിന്റെ. ഒരു 2 മിനിറ്റോളം മുഖത്ത് കണ്ണ് പോണതും, അയ്യോ
ഇതൊക്കെ എടുത്ത് തുടിക്കുന്ന സീനുണ്ട്, സന്തോഷം കൊണ്ട് ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട്, അതൊരു സാധനമാണെന്ന്. പിന്നെ ബേസിൽ നമുക്കറിയാം, ബേസിലിന്റെ എന്താ പറയാ, ബേസിലിന്റെ ഈ പറ്റിയ റോളാണിത്. ഈ റോള് ബേസിലിനെ പറ്റൂ എന്നുള്ള രീതിയിലും ആ രീതി അത്രയും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറൗണ്ട് എല്ലാവരും കുറെ ക്യാരക്ടേഴ്സ്, മറ്റേ ജനഗണം, ജയ് ഹോലെ ഒരുപാട് അമ്മമാര്, പിന്നെ നമ്മുടെ ബേസിന്റെ അമ്മയെ വരുന്ന ക്യാരക്ടർ, ഒരുപാട് പേരുണ്ട് ആ പടത്തിലുള്ള. പിന്നെ ബൈജു, ഇർഷാദ്, നമ്മുടെ സോഷ്യൽ മീഡിയ താരങ്ങള്, സാഫ് ബോയ്, സിജു, അവരൊക്കെ കുറെ ആളുകളെ കാസ്റ്റ് ചെയ്തില്ല. എന്തോരം പേര് കാസ്റ്റ് ചെയ്തെന്ന് അറിയോ? അതില് എടുത്തു പറയാം, ജഗദീഷിന്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. എടുത്തു പറയാം രേഖ, അവർക്കൊക്കെ ചെറിയ ചെറിയ റോളുകളിൽ നമുക്കത് വെറുപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ പടം ഒരു ഗംഭീര സംഭവം, ഇപ്പോഴും കളിക്കുകയാണ്, പടം ഹിറ്റാണ്, ഞാൻ എഴുതി വെച്ച് തരുന്നു. ഈ പടം ഒരു ഗംഭീര സംഭവം തന്നെയായിരിക്കും. ചിലപ്പോൾ 100 കോടി വരെ അടിക്കുന്ന ടിക്കറ്റ് ഇല്ല, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്ത് നല്ല സംഭവം, ഗംഭീരമാവേണ്ട ഒരു സിനിമ ആവറേജിൽ ഒതുങ്ങിയെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. ഇന്റർവെൽ വരെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അത് തോന്നുന്നുണ്ട്. ഇന്റർവെൽ വരെ നമ്മൾ ഈ ബേസിൽ കഥ പോകുന്നുണ്ട്, അങ്ങനെ നമ്മൾ ഇരിക്കും. പക്ഷെ ഇന്റർവെൽ വരെ അതിഗംഭീരമായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ പടത്തിനെ കുറിച്ച് റിവ്യൂ ചെയ്ത വലിയ വലിയ ചേട്ടന്മാരൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെത്ര പുതുമുഖ സംവിധായകന്മാർ ഇതിലും നല്ല രീതിയിലൊക്കെ എടുത്തിട്ട് സ്പൂഫ് മറ്റെന്നൊക്കെ പറയുന്ന ആളുകൾ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെയൊക്കെ ശരിക്ക് ഇല്ലാതാക്കല്ലേ ചെയ്യുന്നത്. ആളെ പേരൊന്നും ഞാൻ പറയുന്നത്, വലിയ റിവ്യൂവറാണ്. അപ്പൊ ആള് ഈ പടത്തിന് ഹൈ പോസിറ്റീവാണ് കൊടുത്തുള്ളൂ. ഒരു ആവറേജ് പടം എന്ന് പറയാനുള്ള ആവറേജ് പോകും, നമുക്ക് കണ്ടിരിക്കാവുന്ന ഫീൽ ഗുഡ് പടമാണ്. അതുപോലെ തന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെടും, യാതൊരു സംശയമില്ല. ഇവിടെ ഫാമിലി ഏറ്റെടുക്കും. പക്ഷെ അയാൾ മറ്റുള്ള പടങ്ങളെ വിമർശിച്ചിട്ട് ഈ പടത്തിന് പല പല ഭാഗങ്ങൾ എനിക്ക് കണക്ട് ആയി തോന്നി. അതൊക്കെ വളരെ മോശമാണെന്നുള്ള അഭിപ്രായം കൂടി ഈ സമയത്ത് പറയാൻ എനിക്ക് തോന്നിപ്പോയി. എനിവേ, നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം വന്നിട്ട് കുറെ കാലമായി. എനിക്ക് ഭയങ്കര ഫീൽ കിട്ടി. ഞാൻ അത്യാവശ്യം എൻജോയ് ഒക്കെ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പാല് പൊളിച്ചുണ്ടാവുന്ന ചെറിയൊരവസ്ഥ, പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു, എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പടം കണ്ട ആളുകളാണെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ്സ് ഒക്കെ അറിയിക്കുക. സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്, ബൈ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ഓക്കെ, ബൈ.